നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 200% ഞാൻ അർജൻറ്റീനക്കാരനാണ്. 1% പോലും കള്ളം പറയാൻ ഞാൻ തയ്യാറല്ല. സോറി, ഞാൻ 200% അർജൻറ്റീനക്കാരനാണ്. പറയുന്നത് USA കോച്ചാണ്. ആര്? മൗറീസിയോ പൊച്ചറ്റിനോ. അതായത് നമ്മുടെ പൊച്ചേ. അദ്ദേഹം പറയുകയാണ് 200% ഞാൻ അർജൻറ്റീനക്കാരനാണ്. USA ഫിഫ വേൾഡ് കപ്പിൽ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ 2-0 പരാജയപ്പെടുത്തിക്കൊണ്ട് റൗണ്ട് ഓഫ് 16 കടന്നല്ലോ. റൗണ്ട് ഓഫ് 16 അവരുടെ എതിരാളികൾ ബെൽജിയമാണ്. ഏതായാലും ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ പരാജയപ്പെടുത്തിയതിന് ശേഷം മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോൾ കുറച്ചൊക്കെ ഒരു US തോന്നുന്നുണ്ടോ? ലിറ്റിൽ ബിറ്റ്, കുറച്ചെങ്കിലും. കാരണം ആൾ അർജൻറ്റീനക്കാരനാണ്, പക്ഷേ USA കോച്ചാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് USA ഒരു ഫീലുണ്ടോ? അദ്ദേഹത്തിൻ്റെ മറുപടി, ഐ ആം 200% അർജൻറ്റീനക്കാരൻ. ഐ ആം 200% അർജൻറ്റൈൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഐ ഫീൽ 200% അർജൻറ്റീനൻ. പക്ഷേ നമ്മളൊരു ബിഗ് സംഭവം ബിൽഡ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഭാഗമാവുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഞാനത് എൻജോയ് ചെയ്യുന്നു. അതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു. പിന്നെ ഈ കളിയുടെ ഒരു സ്വഭാവം നിങ്ങൾ കണ്ടല്ലോ. 2-0 വിജയം USA നേടുമ്പോൾ അതിൽ 64-ാമത്തെ മിനിറ്റിൽ ബൊലോഗന് റെഡ് കാർഡ് കിട്ടിയിരുന്നു. ബൊലോഗന് ആ റെഡ് കാർഡ്, സാധാരണ ഇതിൽ ഒരു ഗോളിൻ്റെ ലീഡ്, 64-ാമത്തെ മിനിറ്റിൽ ഒരു താരത്തിന് റെഡ് കാർഡ് കിട്ടുന്നു. സാധാരണ എന്താ നമ്മൾ കണ്ടിട്ടുള്ളത്, ഇമ്മീഡിയറ്റ്ലി ചില ടാക്റ്റിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് കോച്ചുമാരങ്ങ് ഇറക്കി വിടും. പക്ഷേ ഇവിടെ സംഭവിച്ചില്ല. ഇവിടെ അവരുടെ രണ്ടാമത്തെ ഗോൾ 82-ാമത്തെ മിനിറ്റിൽ ടിൽമാൻ നേടി. അതിനുശേഷം മാത്രമാണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് കോച്ച് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ 10 പേരെ വെച്ചിട്ടും ജയിക്കാൻ പറ്റും, ഇനിയും ഗോൾ അടിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് പോച്ചറ്റിനോ കാണിച്ചിരുന്നു. അദ്ദേഹം വിശദമായിട്ട് പറയുന്നു, ആഫ്റ്റർ ദി റെഡ് കാർഡ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ടീം യുണൈറ്റഡ് ആണ് എന്നുള്ളത്. അത് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പ്രൂവ് ചെയ്തു. ടീം കൃത്യമായിട്ട് അവരുടെ എബിലിറ്റി എന്താണ്, ഫൈറ്റ് ചെയ്യാനുള്ള എബിലിറ്റി കാണിച്ചു തന്നു. ഞാൻ വളരെ പ്രൗഡാണ്. ഈ പ്ലെയേഴ്സ് ശരിക്കും ഹീറോസാണ്. അവർ എല്ലാ ക്രെഡിറ്റും അർഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് റെഡ് കാർഡാണോ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും റെഡ് കാർഡല്ല. ഞാനത് ടെലിവിഷനിൽ കണ്ടു. ആ പ്ലെയറെ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേലെ സ്റ്റെപ്പ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻറ്റൻഷനും ഉണ്ടായിരുന്നില്ല. അതൊരു നോർമൽ പ്ലേ ആണ്. ഫുട്ബോളിൽ അത്തരത്തിൽ സംഭവിക്കുന്ന ഇൻറ്റൻഷനൽ അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. സോ അതൊരിക്കലും ഒരു റെഡ് കാർഡല്ല. ഐ തിങ്ക് ദാറ്റ് നൗ ഡേയ്സ് നോ 50-50 ഡിസിഷൻസ് വെൻറ്റ് അവർ വേ എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ബെൽജിയത്തിനെതിരെയാണ് കളി. പൊച്ചയുടെ തന്ത്രങ്ങൾ എവിടെ വില പോകുമോ കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.